ഉള്ള ഒരു വലിയൊരു പ്രശ്നമാണ് മൂവി റിവ്യൂയുടെ കാര്യത്തിൽ. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പാട്ട് കൊണ്ട് ചിലപ്പോൾ കൂടുതൽ എന്താ പറയുക ഫേമസ് ആവാം, അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടപ്പെടായികയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവിനെ അതിനെ കുറച്ചുകൊണ്ട് പറയുന്ന കുറെ റിവ്യൂസ് ഒക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതൊന്നും ആൾക്കാർ കണ്ടുവരും. അത് ചിലവർ അതിനെ എത്ര താഴ്ത്താൻ നോക്കിയാലും പൊങ്ങാനുള്ള പൊങ്ങന്നെ ചെയ്യും. എന്തായാലും ഐസെട്രായി എന്ന് പറയുന്നത് നല്ല വിജയത്തിലേക്ക് എത്തും അല്ല, അത് എത്ര ആൾക്കാർ അടിച്ചു താഴ്ത്തിയാലും ആൾക്കാർ അത് നന്നാവേണ്ടത് നന്നാവുക തന്നെ ചെയ്യും. കാരണം അതൊന്നും നെഗറ്റീവ് ഒന്നും ഒരു ഇതിനും ബാധിക്കില്ല. ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ നല്ല കണ്ടന്റ് ആണെങ്കിൽ അത് താനൊക്കെ. കാരണം ഞാനിപ്പോൾ ഇറങ്ങിയ 1-2 നല്ല പടങ്ങളെ കുറിച്ച് എനിക്ക് എൻ്റെ അടുത്ത ചില സുഹൃത്തുക്കളിൽ നിന്ന് അത് പോരാ, ഈ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെ ചിലർ അതത്ര വലിയ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും നമ്മളങ്ങനെ തീർത്തിട്ടില്ല. ഞാൻ അതൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ഇതും പ്രേമല് ഇറങ്ങുന്ന പടങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളാ ഒരു അതൊന്നും ഒരിക്കലും ഇതിനെ ബാധിക്കില്ല. അവരെ തോന്നുന്നു അവര് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പൗരനല്ലേ. അതെ, മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ പോലെയാണ് ആടുജീവിതത്തിന്റെ കൂടെയാണ് നമ്മുടെ എന്താ പറയാ ഐസെട്രായി മൂവി ഇറങ്ങുന്നത്. അപ്പൊ രണ്ടും ഒരു രണ്ട് തീമിലുള്ള ഒരു മൂവി ആയിരുന്നത് കൊണ്ട് അത് മാത്രമല്ല, ആടുജീവിതം ശരിക്കുള്ള ഒരു റിയൽ സ്റ്റോറിയും ഇതും ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ രണ്ടും നമുക്ക് എല്ലാത്തിനും ഓരോ കഷ്ടപ്പാടുകളുടെയും ഇതിന്റെയും വേർപ്പിന്റെയും ഒരു അതിനെല്ലാം ഫലം വരുന്നതാണ് നമ്മളിത്രയും എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും. ഇപ്പം നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിനൊരു എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ ഇതും എല്ലാം ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരണം. ഞങ്ങളാണെങ്കിലും ഒരു പാട്ടുണ്ടാക്കുക പറഞ്ഞാൽ ഒരു ഗിറ്റാറും സാധനങ്ങളും ഇതൊക്കെ എടുത്ത് ലൈവ് വായിച്ച് ഇത് എല്ലാം പുറത്തിണക്കിക്കൊണ്ടുണ്ടാവുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ഈ പുള്ളിക്കാണെങ്കിലും ഈ ക്യാമറയൊക്കെ അറിയാലോ, സാധാ കിമ്പലിൽ പിടിക്കുന്നതിൻ്റെ ഡബിള് സംഭവത്തിൽ ഈ സ്റ്റഡി ക്യാമറ ഇതൊക്കെ വെച്ചിട്ട് ഫ്രെയിം കമ്പോസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒന്നും വെറുതെ ആവില്ല. അതൊക്കെ ആ വർഷം കറക്റ്റായിട്ട് കൊണ്ടെത്തിക്കും നമ്മളൊരു സ്ഥലത്ത്. പിന്നെ ഈ പടത്തിലാണെങ്കിൽ ഇതെല്ലാം സംഭവിക്കായിരുന്നു കേട്ടോ. ഭയങ്കര അതായത് ഇത് കമ്പോസ് ചെയ്തൊന്നും എനിക്ക് ചോദിച്ചില്ലേ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കമ്പോസ് ചെയ്ത് ഇത് അറിഞ്ഞിട്ടില്ല. കാരണം അത്ര ഫാസ്റ്റായിട്ട് കമ്പോസ് ചെയ്ത് കൊടുത്തു. അത്ര ഞാൻ സത്യം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അത്ര ലാഘവത്തോടെ ഭയങ്കര ഇതിൽ കണ്ടിട്ടില്ല. ഒരു സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം ഷിജുബായി ആണെങ്കിലും പപ്പ സാറാണെങ്കിലും ഫൈസൽ മാഷൊക്കെ ആണെങ്കിലും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ തന്നിട്ടില്ല. ഏത് ഒരു ഓവർ വെയിറ്റ് ഇട്ട് മനസ്സിലായി ഞാൻ ഇപ്പോൾ ചെയ്തു തരാം കേട്ടോ പറയുമ്പോൾ അവരൊരു ഫൺ ഒരു സെറ്റപ്പിലാവുമ്പോൾ നമുക്ക് ഈസി ആയിരുന്നു. എല്ലാവരും സിനിമയിൽ മാത്രമല്ല ഫണ്ട്, സിനിമയിൽ മാത്രം സ്ക്രിപ്റ്റിൽ മാത്രമല്ല ഫണ്ടായിട്ടുള്ളത്. നമ്മള് ഇതൊക്കെ അതന്നെയാണല്ലോ ഇതിലേക്ക് ചെരുമടി ചേരുമ്പോഴാണ് അതിന്റെ ഒരു സുഖം എന്ന് പറയുന്ന പോലെ ആയിരിക്കും. ഇതെന്തായാലും നല്ല പ്രതീക്ഷ ഉണ്ട്. നല്ല പ്രതീക്ഷ ഉണ്ടാവട്ടെ, നല്ല വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ആയിക്കോട്ടെ.